ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി ബീച്ചിൽ പോയി നോമ്പ് തുറക്കാന്നുള്ള പ്ലാനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയ പാടന്നെ ഈ അത്തായിക്കാളത്തെയും കൂടി ലേസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നോമ്പ് തുറക്കുന്നത് നോക്കി അനു വായിൽ വെള്ളം ഇറക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവള് ലേസ് തിന്നുന്ന കുറേ നേരം നോക്കി നിന്ന്. കാരണം ഇതൊരു മൊയൽക്കുഞ്ഞ് തിന്നുന്ന പോലെ കടിച്ച് തിന്നുന്നത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് ഞാൻ എന്താ ഇത് നോക്കുമ്പോൾ മൂപ്പരും അവൻ്റെ കണ്ണ് കൊത്തി പൊട്ടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തന്നെ ആദ്യം ബീച്ചിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഫർസൻ ഞങ്ങളെക്കാട്ടി മുന്നേ എത്തിയിട്ട് നമ്മളെ കാത്തിക്കേനെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ വെള്ളം കളിക്കിയതൊക്കെ ആയിട്ട് പപ്പ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുവിൻ്റെ ചാട്ടമർച്ചലൊക്കെ ഉണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിൽഡർ പറ്റിയിട്ട് ഭയങ്കര പണി. എന്തൊരു പണിയോ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഭയങ്കര പണി എടുക്കാൻ വിചാരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി അത്തായക്കള്ളൻ ഇവിടെയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. തീർച്ചയായും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഫർസിനും വാവിനും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആതിര ഭയങ്കര ക്ഷീണവും കൊഴുക്കും ഒക്കെ കാണിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൽ പറയണം പ്രത്യേകം എനിക്ക് നോമ്പുണ്ടെന്ന്. ഒറ്റ നോമ്പ് പിടിച്ചില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം പിടിച്ചിട്ടുണ്ടെന്ന്. അത് കഴിയുമ്പോഴത്തേന് ആൻറ്റിയും നൈസാനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. ഒരെത്തിയ പാടെ തന്നെ ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാം വെള്ളവും അതും ഇതും ഒക്കെ കൂടി കഴിച്ച് കുറേ നേരം ഇരുന്ന് കാറ്റും കൊണ്ടിട്ട് ബീച്ചിൽ നോമ്പറക്കാൻ നല്ല സുഖമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കേക്ക് വാങ്ങാനാണ്. ഇവാൻ്റെ ബർത്ത്ഡേ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം ബർത്ത്ഡേ അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവാനെയും കൂട്ടി അവിടെ പോയപ്പോൾ ആ പൂവിൽ കളിച്ച മണ്ണ് മൊത്തം ആ ഷോപ്പിൽ കയറി നിറച്ചാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ച് ബീച്ചിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. മമ്മി പിന്നെ എല്ലാവർക്കും അത് പീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനും പിന്നെ ആ കേക്കിൻ്റെ പകുതി ഭാഗം ഓളന്നാന്ന് തോന്നുന്നു കഴിച്ചത്. നല്ല പോളിങ്ങേനും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്ത് പത്തിരിയും കറിയൊക്കെ കൊണ്ടുപോയിന് ആക്കുക. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുക വെച്ചേനും. അങ്ങനെ ആക്കി കഴിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പം അത്രയൊക്കെ ഉള്ളതിന്.